റോട്ടറി ക്ലബ് ഫസ്റ്റ് സോണൽ ക്യാബിനറ്റ് മീറ്റിംഗ് പാലായിൽ നടന്നു. ക്രിയേറ്റ് യുവർ ഓൺ ലെഗസി, പ്രോജക്ട് ഓപ്പോൾ എന്നിവയാണ് ഈ വർഷം റോട്ടറി ക്ലബ് നടപ്പാക്കുന്നത്. യോഗത്തിൽ അസിസ്റ്റന്റ് ഗവർണർ ആന്റണി ജെ വൈപ്പിന അധ്യക്ഷനായിരുന്നു. നിയുക്ത ഗവർണർ ഡോക്ടർ ടീന ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ ഉൾപ്പെടുന്ന റോട്ടറി ഡിസ്ട്രിക്ട് 3211 ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ജൂലൈ മുതൽ ആരംഭിക്കും. നിയുക്ത ഗവർണർ ഡോക്ടർ ടീന ആന്റണി ഈ വർഷത്തെ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ശാക്തീകരിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനും വിദ്യാഭ്യാസം നേടാനും കരിയർ കെട്ടിപ്പടുക്കാനും ലിംഗസമത്വം ഉറപ്പാക്കാനും കഴിയുമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് അത് തന്നെയാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രൊജക്റ്റിൻ്റെ പേര് ഓപ്പോൾ എന്നാണ്. ഓപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഒരു വേർട്ടിക്കലാണ് ആശ എന്ന് പറഞ്ഞ വേർട്ടിക്കൽ. അതിലാണ് ഞങ്ങൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആൻഡ് ഡിറ്റക്ഷൻ ക്യാമ്പ് ചെയ്യുന്നത്. അതുകൂടാതെ ഞങ്ങൾ വേറെ സ്ത്രീ പ്രാധാന്യം പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് ഓപ്പോൾ പ്രോജക്ട് ചെയർപേഴ്സൺ നിഷ ജോസ് കെ മാണി പറഞ്ഞു. 7 വേർട്ടിക്കൽസിൻ്റെ അടിയിൽ പല പ്രോജക്ട്സ് ആണ് ചെയ്യുന്നത്. അതിൽ AI മാമോഗ്രാം വരുന്നുണ്ട്. നമ്മൾ 3 ഹോസ്പിറ്റൽസുമായിട്ട് ടൈ അപ്പ് ചെയ്ത് AI മാമോഗ്രാം വരുന്നുണ്ട്. അത് ആശയുടെ അടിയിലാണ്. നിർമ്മലയുടെ അടിയിൽ കീ ആയിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ടോയ്ലറ്റ്സ് പുതിയതും കൊടുക്കുന്നുണ്ട്. ഫർണിഷിങ് നല്ല രീതിയിലാക്കി കൊടുക്കാൻ ഉള്ള ഒരു ഇതും വരുന്നുണ്ട് നിർമ്മലയുടെ അടിയിൽ. നിർമ്മലയുടെ അടിയിൽ ഈവൻ വാട്ടർ ATMs കൊടുക്കുന്നു. ജനനിയുടെ അടിയിൽ നമ്മൾ സ്മാർട്ട് അംഗൻവാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ മിൽക്ക് ബാങ്ക്, അതൊരു വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഭൂമിക്കയുടെ അടിയിലാണെങ്കിൽ നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അതാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. വേറെ കുറേ പ്രോജക്ട്സ് ഉണ്ട്. ഓപ്പോൾ ഡിസ്ട്രിക്ട് പ്രോജക്ട് 2025-26 ലോകത്തിലെ അർത്ഥവത്തായ ഒരു മുദ്ര പതിപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്വന്തം പൈതൃകം സൃഷ്ടിക്കുന്നതിനുമുള്ള ശക്തമായ വഴികൾ നൽകുമെന്നും നിഷ പറഞ്ഞു. യോഗത്തിൽ സെലിൻ റോയ്, ഡോക്ടർ മാത്യു തോമസ്, അസിസ്റ്റന്റ് ഗവർണർ ടെസ്സി മോലി, റോട്ടറി പബ്ലിക് ഇമേജ് ചെയർമാൻ സന്തോഷ് മാട്ടാൽ എന്നിവർ സംസാരിച്ചു.